എൻ്റെ പേര് ലിസി. ആറ്റിങ്ങിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ വരാനുണ്ടായ സാഹചര്യം, എനിക്ക് ഹാർട്ടിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഒരു ശകലവും എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്, മെഡിക്കൽ കോളേജിലെ ഇതിൻ്റെ ചികിത്സയുള്ളൂ, നിങ്ങൾ അങ്ങോട്ട് പോയി കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ 6 ബ്ലോക്ക് കാണിക്കുന്നു, ബൈപ്പാസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തുണ്ടും മേടിച്ച് ചിത്രയിൽ കാണിച്ചു. ചിത്രയിൽ ഡോക്ടർമാർ നോക്കിയപ്പോൾ പറഞ്ഞു, ബൈപ്പാസ് ചെയ്തേ പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തന്നെ ചികിത്സ തുടർന്ന് ഡേറ്റും ഒക്കെ ഇട്ട് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് BP കുറഞ്ഞ് എനിക്ക് ഓക്സിജൻ്റെ അളവും അങ്ങ് തീരെ താന്ന്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് അറിയിക്കേണ്ടവരെ അറിയിക്കുക. അങ്ങനെ ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരു പ്രത്യേക പാസ് അനുവദിച്ച് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് രോഗിയെ ഒരാൾക്ക് വന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവ് പറഞ്ഞ്, അവൾ നടന്നല്ലേ പോയത്, അതുപോലെ എനിക്ക് അവളെ തിരിച്ച് നടന്നു വന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ചേട്ടനാണ് വന്ന് എന്നെ കാണുന്നത്. അതിനുശേഷം ഇദ്ദേഹം സഹോദരിയെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അവൾക്ക് സീരിയസ് ആണ്, നീ നിൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറയണം, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ആ ചേച്ചി അവർ പ്രാർത്ഥന കൂട്ടായ്മയിൽ വിളിച്ചു പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഓക്സിജൻ്റെ അളവും BP-യുടെ അളവും ലെവലിലെത്തി. ഞാൻ ഓക്കെ ആയി. ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി 5 ദിവസം കഴിഞ്ഞാണ് എന്നെ വെളിയിൽ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് എൻ്റെ നാത്തൂൻ പറഞ്ഞത്, നിനക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നും യേശുദേവൻ്റെ അനുഗ്രഹം നിനക്ക് കിട്ടിയെന്നും. അപ്പോഴാണ് നാത്തൂൻ പറഞ്ഞാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പതുക്കെ ഗുഡ്നസ് TVയും ഷാലോം TVയും കാണാൻ തുടങ്ങി. ഭർത്താവിന് അതിൽ ഒന്നും വിശ്വാസമില്ലായിരുന്നു. അദ്ദേഹം പോകുമ്പോൾ മാത്രമാണ് ഇത് കാണുന്നത്. തിരിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടി മുകളിൽ വരുന്നത് കാണുമ്പോൾ ഓടിച്ചെന്ന് ഞാൻ TV നിർത്തുമായിരുന്നു. പതിയെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഒരു വീട്ടിൽ 2 പേരും 2 വിശ്വാസമായാൽ അതെങ്ങനെ മുന്നോട്ട് പോകും കർത്താവേ, അങ്ങ് എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അങ്ങയെ വിശ്വസിക്കുന്നതെന്ന് അങ്ങയ്ക്ക് തോന്നുന്നുവെങ്കിൽ എൻ്റെ ഭർത്താവിനെയും കൂടി ഇതിലേക്ക് വിശ്വാസം വരുത്തി നമ്മൾ അനുഗ്രഹിക്കണം എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പതുക്കെ ഈശോയിലേക്ക് അടുത്തു. ഇനി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ഇടയാതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് ഒരേ ഒരു മകളാണുള്ളത്. അവളുടെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള വിവാഹമല്ലായിരുന്നു ആ കുട്ടിയുടേത്. ഇഷ്ടപ്പെട്ട ഒരു പയ്യനോടൊപ്പം ആ മോള് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ ഒരു ബന്ധുവിൻ്റെ മോള് ചടങ്ങിനായിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭർത്താവ് പറഞ്ഞ്, നീ മോളെയും കൊണ്ട് മാതാവിൻ്റെ അടുക്ക പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മോളെയും കൊണ്ട് മാതാവിൻ്റെ അടുക്ക പോകുമ്പോഴത്തേക്കും വഴിയിൽ വെച്ചൊരു ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ കഴുത്തിൽ ഈ മുഴയുണ്ടല്ലോ ലിസി, അത് ഞാനൊരു സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ പോവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പത്രം എനിക്ക് തന്ന്. ഞാൻ ആ പത്രം, അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ പറഞ്ഞു, ചേച്ചി ഞങ്ങളിപ്പോൾ പോകുന്നത് മാതാവിൻ്റെ അടുക്കലേക്കാണ് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അതും കൊണ്ട് ആ പത്രം എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ട് ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ ചെന്നപ്പോഴേക്കും പള്ളി അടച്ചു കഴിഞ്ഞായിരുന്നു. പിന്നെ അവിടെ നിന്ന് അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പള്ളി തുറന്ന് ആ അൾത്താരയിൽ ഞാനും എൻ്റെ മോളും ഈശോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അമ്മയും മകളും നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കരഞ്ഞു. വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആ പത്രം എടുത്ത് വായിക്കുന്നത്. ആ പത്രം വായിച്ചതിന് ശേഷം അന്ന് തൊട്ട് എനിക്ക് കൃപാസനത്തിൽ വരണം എന്ന ഒരേ ഒരു ചിന്ത മാത്രമേ എനിക്ക് ഉടമ്പടി എന്നോ യാതൊരു കാര്യവും എനിക്കറിയില്ല. ഞങ്ങളിൽ അന്ന് സമയത്തൊന്നും നെറ്റ് ഫോണോ ഒന്നുമില്ലായിരുന്നു.
ഒരു കാര്യവും എനിക്ക് എന്താണെന്നോ ഏതാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാതെയാണ് ഞാൻ എൻ്റെ ഭർത്താവും കൂടി അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ് നമുക്ക് പോവാമെന്ന്. അങ്ങനെയാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആ ഉടമ്പടിയിൽ ഞാൻ ഇങ്ങനെ പേടകത്തിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ആരോ എന്നെ തൊട്ടതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ലായിരുന്നു, എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോണ വഴി ആ ബസ്സിലിരുന്ന് ഞാൻ ഒരുപാട് ഛർദിലെന്ന് വെച്ചാൽ എനിക്ക് അങ്ങേ അറ്റം വരെ ആറ്റിങ്ങൽ എത്തുന്നത് വരെയും ഞാൻ ഛർദ്ദിക്കുകയാണ് ചെയ്തത്. ഞാൻ അങ്ങ് ചെന്നപ്പോൾ നാത്തും വിളിച്ച് ചോദിച്ചു, നിങ്ങൾ പോയിട്ട് വന്നാന്ന് ചോദിച്ചു. വന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇന്ന് എന്ത് തന്നെയായാലും പ്രാർത്ഥിക്കാൻ വയ്യ, നാളെ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളെന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റ് 3 മണി ആയപ്പോൾ തന്നെ ആരോ എന്നെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, ലിസി എന്ന്. ഞാൻ അങ്ങനെ എൻ്റെ ഭർത്താവിനോട് ചോദിച്ച്, ചേട്ടൻ എന്നെ വിളിച്ചാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം എന്തോ ഇത് മാതാവ് ചിലപ്പോൾ വിളിച്ചുണർത്തിയതായിരിക്കും, പ്രാർത്ഥിക്കാൻ പറയുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പോയി ഉറങ്ങാതെ കിടന്ന് 4 മണി കഴിഞ്ഞ് ഞാൻ എണീച്ച് പോയി പ്രാർത്ഥിച്ച് ഒരു 4 ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ പത്രം കൊടുക്കാനും ഈ രോഗികളെ കാണാനും ഒക്കെ ഞാൻ പോയി. എൻ്റെ ഒരു കൂട്ടുകാരി സുഖമില്ലാതെ കിടപ്പുണ്ടായിരുന്നു, അവളടുത്ത് പോയി കാശ് രൂപവും ഉപ്പുമായിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ച് അവൾക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പം അതിന് നല്ല മാറ്റം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം സന്ധ്യാനേരത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും മാതാവിൻ്റെ രൂപം ഒരു പ്രകാശം പോലെ അങ്ങ് എൻ്റെ കണ്ണിൽ വന്നങ്ങ് അടിച്ച്. ആ മാതാവിൻ്റെ രൂപം എനിക്ക് അവിടെ 2 പ്രാവശ്യം എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നു. അതിനുശേഷം എന്നെക്കൊണ്ട് ഒക്കുന്ന തരത്തിലൊക്കെ ഉള്ള സഹായങ്ങളും കാരുണ്യ പ്രവർത്തികളും എല്ലാം, രോഗികളെ ആശുപത്രിയിൽ പോയി കാണുക എന്നുള്ളതും, രോഗികളെ കണ്ട് അവരൊക്കെ എന്നെക്കൊണ്ട് ഹാർട്ടിന് വയ്യാത്ത ഞാനാണ്, എന്നെക്കൊണ്ട് ഒരുപാട് ഭക്ഷണപ്പൊതിയൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല, എന്നാലും എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഞാൻ എല്ലാ പേർക്കും ഞാൻ ചെയ്ത്. അടുത്തൊരു കരുണാലയമുണ്ട്, അവിടെ പോയി 4 മണിക്കുള്ള ഭക്ഷണം അവരൊക്കെ ചായയ്ക്ക് കടിയായിട്ടും പാലും ബ്രെഡും അങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും വാങ്ങിച്ച് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇനിയിപ്പം ഞങ്ങൾ നാളെയും പോകാനിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ 3 മണിക്ക് കണ്ണ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ബെഡ്റൂമിലെ ചുവരിനുള്ളിൽ മാതാവിൻ്റെയും ഈശോയുടെയും രൂപം. ഞാൻ അന്തം വിട്ടുപോയെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാനത് എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ ഇത് മനസ്സിൽ വെച്ചേര്, ആരോടും പറയണ്ട. പിന്നെ തൊട്ട് ഞാൻ ഓരോ ദിവസവും കാണുന്നത് മാതാവിൻ്റെയും ഈശോയുടെയും യുദ്ധങ്ങൾ സഹിതം, പണ്ട് നടന്ന ആ യുദ്ധങ്ങൾ സഹിതം കാണുന്നുണ്ട്. എന്താണ് ഏതാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാൻ, ജപമാല ചൊല്ലാനോ ജപമാല എന്തെന്നോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ വന്ന് ടി വി വെച്ച് നോക്കിയപ്പോൾ ഗുഡ്നസ് ടി വിയിൽ ജപമാല 7 മണിക്ക് അതിൽ കാണുന്നതാണ് വിശുദ്ധരുടെ രൂപങ്ങളും ഒരു പച്ച ഉടുപ്പിട്ട വിശുദ്ധ രൂപവും. എനിക്കത് എന്തൊക്കെയാണെന്ന് എനിക്ക് നിങ്ങളെ മുന്നിൽ അത് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാര്യം എനിക്കത് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഇന്നും ഞാൻ വെളുപ്പിന് മാതാവിനെയും എലിസബത്ത് എനിക്ക് അറിഞ്ഞുകൂടാതെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് 3 പേരിൽ നിന്ന് ഈശോ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും ഈശോ അനുഗ്രഹിക്കുന്നതായിട്ടും, പിന്നെ ഞാൻ ഗുഡ്നസ് ടി വിയിൽ ഈ മാതാവിൻ്റെ ഈ വളയം വെച്ചിരിക്കുന്ന രൂപങ്ങൾ എനിക്കത് എന്താണെന്ന് എനിക്കത് അറിഞ്ഞുകൂടാ. ഒരുപാട് രൂപങ്ങൾ, മാതാവും ഈശോനെ മടിയിൽ കിടത്തിയ രൂപങ്ങളും ഉണ്ണിയേശുവും നിത്യവും ഞാൻ ഓരോ ദിവസവും ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഒരു 4-5 മാസം കഴിഞ്ഞതിന് 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ദിവസവും കാണുന്നതാണിത്. ഇന്ന് വന്നപ്പോഴും ഞാൻ കണ്ടതാണ് ഒട്ടകങ്ങൾ, ആട്, മാതാവ് എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപത്തിലുള്ളത്. എനിക്കത് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ എന്നറിയില്ല. സത്യമായ കാര്യമാണ്. പക്ഷെ ഒരു പക്ഷേങ്കിൽ ഈശോയ്ക്കും എനിക്കും മാത്രം അറിയാം. ഞാൻ എന്ത് തന്നെയായിരുന്നാലും ഇവിടെ നിന്ന് കള്ളം പറയുന്നതല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന ഉപ്പ്
ചവിട്ടാതെ എൻ്റെ വീട്ടിൻ്റെ 4 മൂലയിൽ ഞാൻ കൊണ്ടിട്ട് ഞാൻ ആ കാണുന്നത് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ആ കാണുന്നത് ചെവരിനുള്ളിൽ ഒരു ചതുരം പോലെ, അതായത് ഇതേ കണക്ക് ഒരു കറുത്ത അടയാളമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ എന്തൊരു ബൈബിൾ മേടിച്ച്, എൻ്റെ ഒരു കൂട്ടുകാരി പള്ളിയിൽ പോയപ്പോൾ അവളെ കൊണ്ട് ഞാനൊരു ബൈബിൾ മേടിച്ച്, ആ ബൈബിളാണ് ഞങ്ങളിപ്പോൾ ആ മൂലയ്ക്ക് വയ്ക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെ ആയിരുന്നാലും ഈശോയുടെയും മാതാവിൻ്റെയും സാന്നിധ്യം എൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എനിക്കത് മാത്രം മതി. പിന്നെ ഞാൻ അങ്ങനെ എൻ്റെ മോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മോളെ 1 മാസം ആയില്ല, അതിനു മുൻപ് മോളെ കഴുത്തിൽ ആ മുഴ ഒരിക്കൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞതാണ്. വീണ്ടും അവൾക്ക് അതുപോലെ അതേ സ്ഥാനത്ത് ആ മുഴ കണ്ടിട്ടാണ് ആ ചേച്ചി ഇവിടെ വരാൻ ഞങ്ങളോട് പറഞ്ഞത്. അതുപോലെ ആ മുഴയും അപ്രത്യക്ഷമായി. മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. കാരണം എനിക്കിതിനുള്ള യോഗ്യത ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഈ മാതാവിനെയും ഈശോയും ഈ രൂപങ്ങളെ കാണാനായിട്ടുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? എൻ്റെ വെറും 0 എൻ്റെ യോഗ്യത. എല്ലാ പെണ്ണുങ്ങളെപ്പോലെ അസൂയയും കുശുമ്പും എല്ലാമുള്ള ഒരു മനസ്സ് തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ എനിക്കതില്ല. കാരണം എനിക്കിപ്പോൾ എല്ലാവരോടും ആ സ്നേഹം മാത്രമേ ഉള്ളൂ. എന്തിന് ഞങ്ങൾ അസൂയയും കുശുമ്പും എന്തിനു വയ്ക്കുന്നത്? എനിക്കിപ്പോൾ ആ അസൂയയും കുശുമ്പും ഒന്നുമില്ല. മറ്റുള്ളവർക്ക് പരസഹായങ്ങൾ ചെയ്യുമ്പോൾ അവരെ കണ്ണിൽ നിന്നും അവരെ വാക്കിൽ നിന്നും കേൾക്കണ്ട, അവരെ കണ്ണിൽ നിന്നും ആ ചോറ് പൊതിയൊക്കെ ഞാൻ നീട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി അവരാ കണ്ണിൽ നിന്ന് എനിക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നു. അവരെനിക്ക് ചെയ്യുന്ന നന്ദി പറയുന്നത്. ഒരു കുട്ടിയെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് സുഖമില്ലാതായി. അവളെയും കൊണ്ട് ഉടനെ തന്നെ ഞാൻ ആശുപത്രിയിൽ പോയി. തിരിച്ചു വന്നപ്പോൾ അവളെ ഭർത്താവ് എന്നോട് നന്ദി പറഞ്ഞ്, ഞാൻ പറഞ്ഞു എന്നോടല്ല നിങ്ങൾ നന്ദി പറയേണ്ടത്, ഈശോയോട് നിങ്ങൾ നന്ദി പറയുക. എനിക്കല്ല നന്ദിയുടെ ആവശ്യം, ഞാൻ എൻ്റെ കടമ മാത്രമേ ഞാൻ ചെയ്തോളൂ. അതുപോലെ ഈശോ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത്. ആ ചേച്ചി ഒരു നിമിത്തം മാത്രമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം, നിങ്ങൾ ഈശോയെ വിശ്വസിച്ച് നിങ്ങൾ യാത്ര തുടരുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ മാത്രം നിങ്ങൾക്ക് കിട്ടും. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. ഇനി എന്തെങ്കിലും പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാതാവും ഈശോയും എന്നോട് ക്ഷമിക്കും.